ഓക്കെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത് ലൂസിഫർ 2 എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയുടെ അറിവാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഈ സിനിമ കഴിഞ്ഞ വർഷം ഇറങ്ങിയതാണ്. എനിക്കിപ്പോഴാണ് കാണാൻ വേണ്ടി പറ്റിയത്. പിന്നൊരു കാര്യമുണ്ട്, തിയേറ്ററിൽ ഈ സിനിമ കാണാൻ വേണ്ടി പോയിട്ട് എനിക്ക് കുറച്ച് ഹെൽത്ത് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ലാലേട്ടൻ്റെ എൻട്രി സീൻ കഴിഞ്ഞ ഉടനെ തിയേറ്ററിൽ നിന്ന് എനിക്ക് ഇറങ്ങേണ്ടി വരേണ്ടത്. കാരണം ഈ സിനിമയിലെ വിഷ്വലുകൾ, സൗണ്ട് എഫക്റ്റ് കാര്യങ്ങളൊക്കെ എനിക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി പോലും പറ്റാത്ത രീതിക്കുള്ള ഒരു സൗണ്ട് എഫക്റ്റും ആ ഒരു വിഷ്വലും, ആ ലാലേട്ടൻ്റെ ആ ഒരു എൻട്രി സീനെ കണ്ട സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്കൊരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിസ്റ്റർബൻസ് പോലെ ഫീൽ. കാരണം അത്രയ്ക്കൊരു ഒച്ചയും ബഹളവും കാര്യങ്ങളൊക്കെ കണ്ട സമയത്ത് എനിക്ക് അങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ഫീൽ ചെയ്ത്, ആ ഒരു കാര്യം വെച്ച് ഇത് ഒട്ടും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പോലും പറ്റാത്ത രീതിക്കുള്ള ഒരു അത്രയ്ക്കൊരു സംഭവം വരുന്നു. അങ്ങനെ പതിക്കിറങ്ങി വന്നു. ഇപ്പോഴാണ് OTT പരമായിട്ട് ഈ സിനിമ ഇപ്പോൾ കാണുന്നത്. സിനിമ എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പക്ക ഒരു ഹോളിവുഡ് പടം മലയാളത്തിലെടുത്ത് എങ്ങനെ ഇരിക്കും അതേ കണക്കത്തെ പടം. പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറഞ്ഞ ഒരു സംവിധായകൻ ഈസ് എ എപ്പിക് മാൻ. അദ്ദേഹം ഒരു ബ്രില്യൻ്റ് ഡയറക്ടറാണ്. മലയാള സിനിമേനെ വേറെ ലെവലിൽ, അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ, അല്ലെങ്കിൽ ലോക സിനിമയ്ക്ക് കാഴ്ചവെക്കാൻ വേണ്ടി പറ്റിയ ഒരു സംവിധായകൻ എന്ന് ഞാൻ പറയും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ ഒരു സിനിമയിൽ ബിഗിനിങ് ഒക്കെ വേറെ ലെവൽ, ഗുജറാത്ത് കലാപം, ആ ഒരു വയലൻസ് സംഭവം, അങ്ങനത്തെപ്പെട്ട വേറെ ലെവൽ പെർഫോമൻസ് ലെവൽ എല്ലാവരും ഓക്കെ ആയിരുന്നു. പൃഥ്വിരാജിൻ്റെ കുഞ്ഞായിട്ട് അഭിനയിക്കുന്ന ആ ഒരു കാർത്തികേയ പയ്യൻ, ആ ഒരു ഫാദറായിട്ട് അഭിനയിക്കുന്ന ആ ഒരു ആക്ടർ, മാസിയായിട്ട് അഭിനയിക്കുന്ന ആ വില്ലന്മാർ, എല്ലാവരും വേറെ ലെവൽ. ആ ഒരു പശ്ചാത്തലം അട്ടാറ് സാധനമായിരുന്നു. പക്ഷേ കുറച്ചുകൂടെയൊക്കെ അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന നേരത്ത് ഈ സിനിമയുടെ ഗ്രാഫ് ഉണ്ടെങ്കിൽ ഇടിയാണ്. പിന്നെ ലൂസിഫറുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ലൂസിഫർ എവിടെ കിടക്കുന്നു, ഇതവിടെ കിടക്കുന്നു. ആദ്യമൊക്കെ ഹൈ ലെവൽ പൊളിറ്റിക്സ് പരമായിട്ടും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. പൊളിറ്റിക്സ് ആയിട്ടായിരുന്നാലും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ലൂസിഫറുമായിട്ടൊക്കെ ഉള്ള ഒരു സാമ്യം നോക്കുമ്പോൾ ഈ സിനിമ എവിടെയൊക്കെയോ ഡൗൺ ആയി പോകണമെന്ന് എനിക്ക് തോന്നിപ്പോയി. മേക്കിങ്, ഡ്രസ് കോഡ്, ക്യാമറ വർക്ക്, BGM എല്ലാം വില വേണമെങ്കിൽ പോലും ലൂസിഫറുമായിട്ട് സംബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരു കഥയില്ല. ഈ സിനിമ സത്യം പറഞ്ഞാൽ ഇൻ്റർനാഷണലാണ്. കേരളം, ഇന്ത്യ, വേൾഡ്, ഒരുപാട് വേൾഡ് ആക്ടേഴ്സ്, അവരുടെ സീക്വൻസ് എല്ലാം കൊണ്ടും വേറെ ലെവലിൽ പോകണം. പക്ഷേ ഒരു തീമില്ലാത്ത കണക്കാണ് പോകണം. ഒരു തീം, ഐഡിയ ഇതൊക്കെ നഷ്ടപ്പെട്ട് വേറെ ഒരു രീതിക്ക് പോകണമെങ്കിൽ എനിക്ക് തോന്നിപ്പോയി. സോ ആ ഒരു കാര്യം വെച്ച് അവിടെയാണ് ലാഗ്. പിന്നെ കുറച്ച് കിഡിലൊക്കെ പെർഫോമൻസ് ഒക്കെ ഉണ്ട്. സുരാജ് വെഞ്ഞാറമൂട്, ടോവിനോ തോമസ്, ഇവരുടെയൊക്കെ പെർഫോമൻസ് സൂപ്പറാണ്. മഞ്ജു വാര്യരുടെ ഒരുപാട് മാസ് സീക്വൻസൊക്കെ ഉണ്ട്. പിന്നെ കടവുള പോലെ സോങ്ങിനെ പറ്റിയാണ് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ആ സോങ് ഇതിൽ കേട്ടപ്പോൾ അത്ര ദഹിച്ചില്ല. ഫസ്റ്റിൽ ആ സോങ് സീക്വൻസൊക്കെ വേറെ ലെവലാണ്. പക്ഷേ ഇതിലോട്ടുന്ന സമയത്ത് ഒട്ടും അങ്ങോട്ട് ദഹിച്ചില്ല വേണം പറയാനുള്ളത്. പിന്നെ ഒരുപാട് വിദേശ താരങ്ങളെയൊക്കെ വെച്ചെടുത്ത് നല്ല പോലെ പോയത് ആ ഒരു ഡ്രാഗൺ സിമ്പൽ ആരായിരിക്കുമെന്നായിരുന്നു ഏറ്റവും കൂടുതൽ അറിയേണ്ട ഒരു കാര്യം. ഇറ്റ്സ് റിക്യൂണാണ് ആ ഒരു റോൾ ചെയ്തിരിക്കുന്നത്. റിക്യൂണിൻ്റെ ഒരു കഥ സംബന്ധപ്പെട്ട സീക്വൻസൊക്കെ വേറെ ലെവലാണ്. പൃഥ്വിരാജിന് ഇങ്ങനെ മേക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യമാണ് അവിടെ തെളിയിച്ചിരിക്കുന്നത്. ഡയലോഗ് ഡെലിവറി എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, ചൈനീസ്, ഒരുപാട് ലാംഗ്വേജുകളുടെ കോമ്പിനേഷനൊക്കെ ഉണ്ട് ഇതിനകത്ത്. അതൊക്കെ കഴിവ് തന്നെയാണ്. ആ രീതിക്കാണ് ഈ പടം പോകുന്നത്. സോ ആ ഒരു കാര്യം വെച്ച് എല്ലാവരും ആൾമോസ്റ്റ് ഇപ്പോൾ ഇപ്പോഴേ കണ്ടു കാണും. 1 വർഷം കഴിയാറായല്ലോ. കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇനി 3ാം ഭാഗം വരുന്നുണ്ട്, അതും വേറെ ലെവലായിരിക്കും. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഇതാണ് ലൂസിഫർ സിനിമയുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെ. എമ്പുരാൻ ഒട്ടും ഫസ്റ്റ് പാർട്ടിന് നീതി പുലർത്താതെ വേറെ ട്രാക്കിലേക്ക് പോയി സയ്യിദ് മസൂദിൻ്റെ ഒരു കഥയും കാര്യങ്ങളൊക്കെ കാണിച്ച് അങ്ങനെയാണ് ഈ സിനിമയുടെ ഒരു പോക്കും കാര്യങ്ങളൊക്കെ. സോ അതുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു അട്ടാറ് ഹോളിവുഡ് ലെവൽ എക്സ്പീരിയൻസ് നമുക്ക് ഇതാക്കാൻ വേണ്ടി പറ്റും. ഇതാണ് ലൂസിഫർ 2 എമ്പുരാനിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ. കാണാത്തവർ മസ്റ്റായിട്ട് കണ്ടൊരു ഹോളിവുഡ് റേഞ്ച് എക്സ്പീരിയൻസ് ചെയ്യുക. ഇത്രയുള്ളൂ പറയാനായിട്ട്.